കടമ്പളിപ്പുറത്ത് നിന്നും വിനോദയാത്രയ്ക്ക് പോയി ചിക്കാമംഗളൂരിൽ കാണാതായി കൊക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശ്രീനന്ദയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. നിരവധി പേരാണ് ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലെത്തിയത്. നാടിന്റെ നോവായി ശ്രീനന്ദ. കുടുംബത്തോടൊപ്പം ഏറെ സന്തോഷത്തോടെ വിനോദയാത്രയ്ക്ക് പോയ ശ്രീനന്ദ മടങ്ങിയെത്തിയത് ചേതനയറ്റ. വിനോദയാത്രയ്ക്കിടെ ചിക്കമംഗളൂരിൽ കാണാതായി കൊക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശ്രീനന്ദയുടെ മൃതദേഹം ഇന്ന് രാവിലെ 11 മണിയോടെ കടമ്പളിപ്പുറത്തെ വീട്ടിലെത്തിച്ചപ്പോൾ നാട് ഒന്നടങ്കം വിതുമ്പി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലെത്തിയത്. കടമ്പളിപ്പുറം കല്ലമ്പറമ്പിൽ കൂത്തറ വീട്ടിൽ രമേശ് രോഹിണി ദമ്പതികളുടെ മകളാണ് 10ാം ക്ലാസ്സുകാരിയായ ശ്രീനന്ദ. ഏപ്രിൽ 4-ാം തീയതി ഉച്ചയ്ക്കാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും അടങ്ങുന്ന 40-അംഗ സംഘം വിനോദയാത്രയ്ക്ക് പോയത്. ചിക്കമംഗളൂരു മാണിക്കധാര വ്യൂ പോയിന്റിൽ 40-അംഗ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും വനം വകുപ്പും അടങ്ങുന്ന സംഘം നടത്തിയ തിരച്ചിലാണ് വെള്ളിയാഴ്ച 1500 അടി താഴ്ചയിൽ നിന്ന് മൃതദേഹം കിട്ടിയത്. മരണത്തിൽ മറ്റ് അസ്വാഭാവികതകളില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയുള്ള പ്രാഥമിക റിപ്പോർട്ട്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി പിന്നീട് ഐവർ മഠത്തിലേക്ക് കൊണ്ടുപോയി.